അയ്യങ്കുന്ന് പഞ്ചായത്തിലെ സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം കൃഷിവകുപ്പ് അധികൃതർ പരിശോധന നടത്തി. അയ്യങ്കുന്ന് പഞ്ചായത്തിൽ ത്രിതല പഞ്ചായത്തുകളും കൃഷിവകുപ്പും ചേർന്ന് നടത്തുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണ പുരോഗതി കൃഷിവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തി വിലയിരുത്തി. പാലത്തങ്കടവ് മുതൽ അയ്യങ്കുന്ന് പഞ്ചായത്തിന്റെ അതിർത്തിയായ വാളത്തോട് വരെയുള്ള 20.5 കിലോമീറ്റർ ദൂരം 1.45 കോടി രൂപ ചിലവിൽ സോളാർ തൂക്കുവേലി നിർമ്മിക്കുന്നത്. ഇതിന്റെ പ്രവൃത്തിയാണ് പാലത്തങ്കടവിൽ ആരംഭിച്ചിരിക്കുന്നത്. പാലത്തങ്കടവ് കരിമലയിൽ വനാതിർത്തിയിൽ 2 കിലോമീറ്റർ സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. പാണിയപ്പാർത്തട്ട്, രണ്ടാംകടവ്, ഉരുപ്പുംകുറ്റി എന്നിവിടങ്ങളിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അടിക്കാടുകൾ വെട്ടിത്തെളിച്ചു കഴിഞ്ഞു. ഉളിക്കൽ, പായം, അയ്യങ്കുന്ന്, ആറളം പഞ്ചായത്തുകളിലാണ് അതിർത്തിയിൽ സോളാർ തൂക്കുവേലി നിർമ്മിക്കുന്നത്. സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൃഷിവകുപ്പ് 2.18 കോടി രൂപ വനംവകുപ്പിന് കൈമാറി. ഉളിക്കൽ, അയ്യങ്കുന്ന് പഞ്ചായത്തുകളിലെ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് തുക കൈമാറിയിരിക്കുന്നത്. ഇതിൽ ഉളിക്കൽ പഞ്ചായത്തിന് 5 കിലോമീറ്ററും അയ്യങ്കുന്നിൽ 2 കിലോമീറ്റർ ദൂരവുമാണ് പ്രവൃത്തി പൂർത്തീകരിച്ച് ചാർജ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള ഭാഗങ്ങളിലെ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നതായാണ് പഞ്ചായത്ത് പറയുന്നത്. പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തിയ ശേഷം 1 കോടി രൂപ കൂടി കൈമാറുമെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു. പരിശോധനാ സംഘത്തിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഐസക് ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ ബിജോയ് പ്ലാത്തോട്ടം, സെലീന ബിനോയ്, കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ തുളസി ചെങ്ങാട്, ഡെപ്യൂട്ടി ഡയറക്ടർ പദ്ധതി ഇൻചാർജ് ബിന്ദു കെ മാത്യു, അയ്യങ്കുന്ന് കൃഷി ഓഫീസർ ഷെറിൻ ജോസ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അമൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. സോളാർ ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് അയ്യങ്കുന്ന് പഞ്ചായത്തിലെ മലയോര മേഖലകളിൽ ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ പണികൾ നടന്നു വരികയാണ്. എന്നാൽ ഇത് സെൻറ്ററെടുത്ത് നിർവഹണം നടത്തേണ്ട കെല്ലെന്ന് പറയുന്ന ഏജൻസിയുടെ ഭാഗത്തുനിന്ന് വളരെ സാവധാനമായിട്ടുള്ള വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പഞ്ചായത്ത് ഭരണസമിതിയും നാട്ടുകാരും വിവിധ ഇടവക്കാരും എല്ലാം സഹകരിച്ച് നമ്മൾ അടിക്കാടുകളെല്ലായിടത്തും തന്നെ പൂർണ്ണമായിട്ട് വെട്ടി നീക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവിടത്തേക്കുള്ള പണികൾ എത്താത്തതിൽ ജനങ്ങൾക്കും അയ്യങ്കുന്ന് പഞ്ചായത്ത് ഭരണസമിതിക്ക് അതിയായ ആശങ്കയുണ്ട്. ഇനി മഴ വരുമ്പോൾ അത് വീണ്ടും നമ്മൾ അടിക്കാടുകൾ അവിടെ വളർന്നു വരികയും കൂടാതെ ആന വീണ്ടും ഇറങ്ങാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നിവിടെ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാർ എൻ്റെ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ വേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ നമുക്കൊരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മൾ ഈ തെളിച്ചെടുത്തൊക്കെ ഫോറസ്റ്റുമായിട്ട് അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ ഫോറസ്റ്റിലൂടെ കടന്നു പോകുന്ന ഭാഗങ്ങളിൽ അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ മരങ്ങളുടെ മകസർ എടുത്തിട്ട് അത് മുറിച്ചു കൊടുക്കാമെന്ന് അവർ പറയുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം ആദ്യം തന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ DFO അടക്കമുള്ളവർ സമ്മതിച്ചതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഫോറസ്റ്റ് അധികാരികളുടെ ഭാഗത്തുനിന്ന് അതിന് അനുകൂലമായൊരു നീക്കം നടന്നിട്ടില്ല. പലപ്പോഴും ലൈൻ ഇട്ടെടുത്ത് പോലും മരങ്ങൾ മുറിക്കാതെയായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇക്കാര്യത്തിലുള്ളൊരു സമീപനമാണ് സ്വീകരിക്കുന്നതിൽ അയ്യങ്കുന്ന് പഞ്ചായത്ത് ഭരണസമിതി DFOയുടെ ഓഫീസ് ഉപരോധിക്കുക തന്നെ ചെയ്യും. കാരണം DFOയുമായിട്ട് നമ്മൾ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ സംസാരിച്ചത് അദ്ദേഹം ഇത് ചെയ്തു തരാമെന്ന് പറയുകയും റേഞ്ചർ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ വളരെ കാര്യമായിട്ട് ഞങ്ങളോട് അനുഭാവപൂർണ്ണമായ സമീപനം സ്വീകരിക്കുകയും കാടുവെട്ടിക്കാൻ വെട്ടിത്തെളിക്കാൻ എല്ലാവരും വരികയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ചെയ്യും, ഒരാഴ്ച കൊണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഭാഗത്തുള്ള കാരണങ്ങൾ ഒന്നും കാണുന്നില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വേറൊരു കാര്യത്തിലുള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അത് പഞ്ചായത്ത് ഭരണസമിതി നമ്മുടെ ഒരു ഫണ്ട് വകയിരുത്തി അത് ഓൾറെഡി DFOയ്ക്ക് അവരുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ആ പൈസ കൈമാറിയിട്ട് പോലും അതിൻ്റെ അനന്തര നടപടികൾ ആ ഒരു ഭാഗം 1.5 കിലോമീറ്റർ അടുത്ത് വരുന്ന ഭാഗങ്ങൾ ടെൻഡർ വിളിച്ച് അതിൻ്റെ പ്രവൃത്തി നടത്താൻ വേണ്ടി ഇതുവരെ DFO അടക്കമുള്ളവർ ചെയ്തിട്ടില്ല. എന്താണ് അതിൻ്റെ ചേതവുകാരും നമുക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം ഓരോ ഭാഗത്തും ഉണ്ടാകുന്ന, ഇപ്പം നമുക്ക് ആറളം ഫാമിലുണ്ടായ ആനയുടെ ആക്രമണത്തിൽ അതിനുശേഷം കളക്ടറിൽ വിളിച്ചു ചേർത്ത മന്ത്രിയുടെ വിളിച്ചു ചേർത്തിട്ടുള്ള യോഗത്തിലെല്ലാം ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. അപ്പോഴെല്ലാം വളരെ പെട്ടെന്ന് ഇതെല്ലാം ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ആ ഒരു നടപടി കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ എല്ലാം ആന ഇറങ്ങിയിട്ടുണ്ട്. ആനപ്പണ്ട് ഇന്ന് രാവിലെയും കൂടെ എവിടെയെല്ലാം ആന വന്നിട്ടുണ്ട്. അപ്പം ഓരോ ഇതെല്ലാം നമ്മൾ ഇത്രയും പൈസ മുടക്കിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് പൈസ നമ്മുടെ കയ്യിലുണ്ട്, ഇത് ചെയ്യാനായിട്ടുള്ളതുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഒരു സമീപനം നമുക്ക് മനസ്സിലാകുന്നില്ല. വീണ്ടും ഇവിടെയുള്ള ജനത്തെ ആനയുടെ ആക്രമണത്തിൽ അല്ല വന്യമൃഗങ്ങളുടെ ശല്യത്തിലേക്ക് പറഞ്ഞു വിടാനായിട്ടാണോ ശ്രമിക്കുന്ന തരത്തിൽ ഇതിനകത്ത് പുറകിലൊക്കെ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കുന്നു. കാരണം നമ്മൾ നാട്ടുകാരുടെ മരമെല്ലാം മുറിച്ചു കൊടുത്തിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു തരാമെന്ന് പറയുക, അവർ ചെയ്യാത്തത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് ഭരണസമിതി DFOയുടെ ഓഫീസ് ഉപരോധിക്കുന്നടക്കമുള്ള സമരപരിപാടികളിലേക്ക് പോകും. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാംഗിൾ ഫെസ്റ്റ്. ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഏപ്രിൽ 28 മുതൽ മെയ് 2 വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ. കൂടാതെ മനസ്സിനിണങ്ങിയ ട്രെൻഡി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ. ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391.
നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.